അതില്ലേ നമുക്കിന്നൊരു കുക്കർ എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. അതിനകത്തേക്ക് നമ്മുടെ മസാലകളെല്ലാം ഇടണം. അതിനുശേഷം സവാള ഇടണം. സവാള നല്ലപോലെ വഴറ്റി അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് നല്ലപോലെ വഴറ്റുന്നത്. നല്ലപോലെ ഇളക്കി നല്ലപോലെ കുഴഞ്ഞ് നല്ല രീതിയിൽ വരുന്ന രീതിയിലാക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ടിട്ട് അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ആ പച്ചമണമൊക്കെ മാറി കറക്റ്റ് നല്ലപോലെ വഴന്ന് വരാവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ സവാള കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഈ മസാലയുടെ ഒപ്പം ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. തൈര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ തക്കാളിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അത് തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിരിക്കണം. ഞാനിപ്പോൾ കയ്യിലും കൊണ്ട് നല്ലപോലെ ഉടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ട് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്യണം. അതിന് ശേഷം ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ആ അരിയും ഇട്ട് മിക്സ് ചെയ്ത് അതിന് ആ വെള്ളവും കൂടി ചേർത്ത് കുക്കറ് മൂടി വെച്ചിട്ട് ഞാൻ ആ ഒരു വിസിലാണ് അടുപ്പിച്ചത്. ആ ഒരു വിസിൽ അടുപ്പിച്ച് ആ ഗ്യാസ് അതിൻ്റെ ആ എയർ പോകുന്ന വരെ വെക്കണം. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി എല്ലാം കറക്റ്റ് റെഡിയാണ്. ഒന്നുണ്ടാക്കി ട്രൈ